ഹലോ, ഗുഡ് മോർണിംഗ് ചക്കരകളെ. ഇന്ന് നേരത്തെ രാവിലെ തന്നെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ പിന്നെ എനിക്ക് ഒരു ഞരമ്പനെതിരെയുള്ള വീഡിയോ ആയിരുന്നു. അത് ഞാനങ്ങ് വിട്ടുകളഞ്ഞാൻ. പിന്നെ ഞാൻ ഓർത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ലെന്ന് ഓർത്ത്. കാരണം എനിക്കത് ആലോചിച്ചപ്പോൾ തോന്നിയതേ, സ്ത്രീയെ വെറും ഒരു ഉപഭോഗ വസ്തുവായിട്ട് കാണുന്ന പോലെ എനിക്ക് തോന്നി. അവൻ വിളിക്കുകയും കൂടെ ചെയ്തു. ഒരു മെസ്സേജ് ഇട്ട് അങ്ങനെ അങ്ങ് പോകുമായിരുന്ന കുഴപ്പമില്ലായിരുന്നു. അവൻ എന്നെ വിളിച്ച് ഇൻസൾട്ട് ചെയ്തു. അവിടെ എന്നെ വിളിക്കാൻ അവന് ധൈര്യമാണ്. അത് വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ചക്കരകളെ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നേ. ഇപ്പോൾ ഈ കള്ളന്മാരിറങ്ങി കുറുവാ സംഘം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നല്ലേ. ഇപ്പോൾ കുറച്ച് പേരെ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞെങ്കിലും നമ്മളെല്ലാവരും ഒന്ന് ജാഗ്രത. നമ്മളാണ് ഈ കള്ളന്മാർ വീട്ടിൽ കയറാനുള്ള ഉപാധികൾ ഉണ്ടാക്കി വെക്കുന്നത്. നമ്മൾ സ്വർണ്ണമൊക്കെ ഇട്ട് നടന്ന്, ഞാനും ഇട്ടിട്ട് നടന്നിട്ടുണ്ട്. ആലാത്ത് പോലത്തെ മാലയൊക്കെ ഇടുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റി. അതുകൊണ്ട് ഒരു ഇതുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് കാണാത്തവൻ കാണുമ്പോൾ തോന്നാത്തൊക്കെ തോന്നുന്നു പറയുന്ന രീതിയിൽ ആദ്യം കിട്ടിയപ്പോൾ ഒരു ആക്രാന്തമായിരുന്നു. അത് തീർന്നു. അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ കൈ നിറച്ച് വളയൊക്കെ രണ്ട് കയ്യിലും ഇട്ടിട്ട് വലിയ മാലയൊക്കെ തൂക്കിയായിരുന്നു നാട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബോധക്കേടൊക്കെ ഞാൻ മാറ്റി. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന മഹാലക്ഷ്മികളായ സ്ത്രീകൾ, ഒരിക്കലും ഒരു നൂല് പോലത്തെ മാല വല്ലതും നിങ്ങൾ കഴുത്തിലിടാവുള്ളൂ. കൈ കൂടെ ഈ കഴിഞ്ഞിടെ ഒരു സംഭവം നടന്നത്, ഒരു വീട്ടമ്മയുടെ കൈ അടിച്ച് റെഡിയാക്കിയിട്ട് കയ്യിൽ നിന്ന് വരെ ഊരിയെടുത്ത്, കഴുത്തിലും കയ്യിലും ഒക്കെ കിടന്നെല്ലാം ഊരിയെടുത്ത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ഓർത്ത് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് തരണമെന്ന്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ കള്ളം കയറുന്നുണ്ട്, നമ്മൾ ഉച്ചത്തിൽ ബഹളം വെക്കാനും കാറാനും പോലീസിനെ വിളിക്കാനും അടുത്തുള്ളവരെ എളുപ്പം കോണ്ടാക്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ അവരെ പ്രതിരോധിക്കാൻ എപ്പോഴും നോക്കിക്കോണം. പ്രതിരോധിക്കാതിരിക്കരുത്. പേടിച്ചു പോകരുത് ഒരിക്കലും. എങ്ങനെ അവനെ തറ പറ്റിക്കാമെന്ന് വേണം നോക്കാൻ. പെണ്ണുങ്ങളാണ് കൂടുതലും കിടന്ന് കാറി നിലവിളിച്ച് ഇതിൻ്റെ ഒപ്പം ആ ഭർത്താവിനെ അല്ലെ വീട്ടിലുള്ള ആണുങ്ങളെ ഭയപ്പെടുത്തി കളയും. അയ്യോ ചേട്ടാ വേണ്ടെന്നൊന്നും പറയില്ല. അവരെ പ്രതിരോധിക്കാൻ നമ്മളൊപ്പം അവരുടെ ഒപ്പം നിന്നോണം. അതിൽ നമുക്ക് രക്ഷപ്പെടണം. എളുപ്പം അയൽവക്കക്കാരെ കൂട്ടാനുള്ള പരിപാടിയും നോക്കണം. അയൽവക്കത്തൊക്കെ ഉള്ള ഫോൺ നമ്പറുകളെല്ലാം നിങ്ങൾ നേരെ എഴുതി വെച്ചോണം. അയൽവക്കത്തുള്ള എപ്പോഴും റൂമിൽ അങ്ങനെ വേണം. നമുക്ക് എമർജൻസി ആയിട്ട് ഉപയോഗിക്കേണ്ട ഫോൺ നമ്പർ എഴുതി വീട്ടിൽ വെച്ചേക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോണിൽ സെർച്ച് ചെയ്യാതെ അടിച്ചപ്പോൾ തന്നെ വിളിക്കാൻ പറ്റണം നമുക്ക്. പിന്നെ വീട്ടിലൊക്കെ വലിയ വീടുകളൊക്കെ ആണെങ്കിൽ ഒരു ക്യാമറയൊക്കെ വെക്കുന്നതിൽ ക്യാമറ ഉണ്ടെന്നറിയാത്ത വിധത്തിൽ വെക്കണം. അല്ലെങ്കിൽ ഇവന്മാർ ക്യാമറ നശിപ്പിക്കത്തില്ലേ. അതുകൊണ്ടാണ്. പിന്നെ പകലൊക്കെ വീട്ടിൽ വരുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഒരു ജാഗ്രതാ നിർദ്ദേശം തരികയാണ് ഞാൻ. അതുപോലെ നമ്മൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ ചിലപ്പോൾ ഗോൾഡ് കുറയ്ക്കണം. ഇപ്പം കൂടുതലാരും സ്വർണ്ണമൊന്നും ഇടത്തില്ല. എല്ലാവരും മറ്റേ പരസ്യമൊക്കെ കണ്ടില്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തുമാത്രം ആഭരണങ്ങളാണ്. അത് കണ്ടുകൊണ്ട് കള്ളന്മാരെ കൊള്ളക്കാരെ നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടു. ഇപ്പം എൻ്റെ വീട്ടിൽ കയറിയ സ്വർണ്ണം ഒന്നും കിട്ടത്തില്ല. ബുദ്ധി നമുക്ക് ബുദ്ധി വെച്ച് ചക്കരകളെ നിറയെ ബുദ്ധിയാ, തല നിറയെ. അതുകൊണ്ട് വീട്ടിൽ സ്വർണം വെക്കില്ല, വീട്ടിൽ കാശും വെക്കില്ല. നിങ്ങൾ പറഞ്ഞാൽ കുറച്ച് പഴയ തുണി കിട്ടും അല്ലേ വാവേ? അല്ലാതൊരു ചുക്ക് കിട്ടത്തില്ല. അപ്പം കാർത്തില്ല നമ്മൾ എന്ത് വെള്ളി എടുത്തോണ്ട് പോക്കണം പറയും. പണ്ടേ ഞാൻ ആദ്യം ബോബനെ കിട്ടിയ സമയത്തെ ബോബൻ എനിക്ക് സ്വർണ്ണമൊന്നും ഇല്ല, എനിക്ക് വന്ന് നിരാശ, ഇങ്ങനെ ഒരു സ്വർണ്ണമൊക്കെ ഇടാൻ വരെ കുതിയാൻ ബോബൻ്റെ എനിക്ക് കുറേ സ്വർണ്ണം മേടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. അതുമായിട്ട് കുറേ വളയൊക്കെ ഇട്ട് വലിയ കാപ്പുകളൊക്കെയാണ് ഇടുന്നത്. 2 പവൻ്റെയൊക്കെ വെച്ച് വളയൊക്കെ നിറച്ചിങ്ങനെ കിട്ടും. ബോബൻ്റെ ആഗ്രഹം തീർത്ത് തന്നത് കേട്ടോ. അങ്ങനെ ഞാനൊരു നാട്ടിൽ ഓരോത്ത് പോലത്തെ മാലയൊക്കെ ആ മാലയെ സൂക്ഷിച്ച് വെച്ചത് ഒരു നാട്ടിലൊക്കെ ഇപ്പോൾ വല്ലപ്പോഴും കല്യാണത്തിനൊക്കെ ഇടാൻ വേണ്ടി. ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇടാത്തതുകൊണ്ട്. എൻ്റെ പിള്ളേർക്ക് ദേഷ്യം, അമ്മയെ സ്വർണ്ണം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അമ്മ ഞങ്ങൾക്ക് നാണോ അമ്മയുടെ കൂടെ നടക്കാനെന്നൊക്കെ പറയും. എനിക്ക് ഇതൊരു വെളിച്ചപ്പാടിനെ പോലെ നടപ്പായി സ്വർണ്ണമൊക്കെ ഇട്ട്. ആലപ്പുഴ നാട്ടിൽ ഇതൊക്കെ ആളുകൾ ഗ്രാമത്തിലുള്ളവർ ഇതായിട്ടൊക്കെ നോക്കൂല. അന്ന് ഇതൊക്കെ ഒരു ഹരമായിരുന്നു. ആ സമയത്ത് വീട്ടിൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴേ സത്യം പറഞ്ഞില്ല, ഉറങ്ങിയിട്ടില്ലായിരുന്നു. ആ ഗ്രാമപ്രദേശത്തല്ലേ നമ്മൾ താമസിക്കുന്ന. റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് വീട്. അപ്പോൾ ഈ തൊട്ടടുത്തൊക്കെ ഇപ്പം നമ്മളെ പകലൊക്കെ നോക്കി സ്കെച്ച് ഇട്ടിട്ട് രാത്രി വല്ലവരും വന്ന് നമ്മളെ കൊല്ലുക. പിള്ളേർക്ക് പേടിയാണ്. പിള്ളേർ പറയുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർക്കുമ്പോൾ ശരിയാണ്. എൻ്റെ അമ്മയെ ഈ സ്വർണ്ണം അമ്മ എവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയരുത്, ഞങ്ങളോട് പറയരുത്. അപ്പോൾ ഞങ്ങളുടെ അമ്മയോടെ കിടക്കുമ്പോൾ രാത്രി പറഞ്ഞുകൊണ്ടിരിക്കും അമ്മ. ആരാണ്? ഞാൻ എന്തായാലും കട്ട് ചെയ്യുക.
അമ്മേ ഞങ്ങളുടെ അമ്മ പറയുന്നതാണ്, മോളെ സ്വർണ്ണം ഊരി നീ എവിടെയെങ്കിലും വെച്ചിട്ട് കിടക്കുക കേട്ടോ. ഇളയ കൊച്ചു പറയേ, അമ്മേ എനിക്ക് അമ്മേനോട് കിടക്കാൻ പേടി വരുന്നത്, കള്ളന്മാർ കയറി എന്നെ കാലം അടിക്കുവാന്ന് ഓർത്തിട്ട് പേടി. അപ്പോൾ മൂത്തവൾ പറയുന്നത്, അമ്മ എവിടെയെങ്കിലും സ്വർണ്ണം ഊരി വെച്ചിട്ട് കിടക്കുക. പക്ഷെ ഒരു കാര്യം ഞങ്ങളോട് ദയവായി പറയില്ലേ എവിടെ വെച്ചിരിക്കുന്നത്. കള്ളന്മാർ വന്നിട്ട് ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ പറയും ഇതേ കട്ടിലിൻ്റെ അടിയിൽ അല്ലെ അരിക്കലത്തിയ സ്വർണ്ണം ഇരിപ്പുണ്ടെന്ന് പറയും. സത്യം പറഞ്ഞാൽ ഞാൻ അന്നേരമൊക്കെ 2-3 ദിവസമൊക്കെ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ഈ പണ്ടാരം പിടിച്ച സ്വർണ്ണം എൻ്റെ കയ്യിലിരുന്നിട്ട്. ഇപ്പം എന്തൊരു മനസ്സമാധാനമാണെന്നറിയാം. അതിന് പിന്നെ എനിക്ക് ഇപ്പം ഞാൻ ഓർക്കണം, എറണാകുളത്ത് ഫ്ലാറ്റൊക്കെ ഉണ്ട് ഒരു ഭാഗ്യം. ഒരാൾക്കും ഒരു കഷ്ണകത്തിട്ട് കയറാൻ പറ്റില്ല, സെക്യൂരിറ്റി ഉണ്ടല്ലോ, നമുക്ക് സുരക്ഷിതത്വമുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഹാബിറ്റുകളൊക്കെ തീർത്ത് ഒരു സിമ്പിളായിട്ട് ആഭരണം ധരിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഒരുങ്ങി നല്ല അടിപൊളിയായിട്ട് കിടക്കുക. ഈ സ്വർണ്ണത്തോടുള്ള ഭ്രമം കുറയ്ക്കുക. നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല സാധനങ്ങൾ, ഈ സ്വർണ്ണമാണെങ്കിൽ എപ്പോഴും ഒരെണ്ണം തന്നെ നമുക്ക് എപ്പോഴും പോയി സ്വർണ്ണം ചുമ്മാ മാറി മേടിക്കാൻ പറ്റുമോ? ആദ്യം എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. മാറി മേടിച്ച് പൈസ വെറുതെ പോകുമല്ലേ. നമ്മൾ ഈ സ്വർണ്ണത്തിന് പകരം മറ്റേ ചോക്കർ ഇതൊക്കെ എന്തൊക്കെ നല്ല സാധനങ്ങൾ കിട്ടും. നല്ല സാരിയൊക്കെ വള്ളയറിലിട്ട് നല്ല ചോക്കറിട്ട് ഒരേപോലത്തെ 2 വളയൊക്കെ ഇട്ട്, എൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന വളയൊക്കെ കണ്ടില്ലേ, അത് ഒരെണ്ണം മതി ഒരുങ്ങി വരുമ്പം. അത് 2 ഇട്ട് നല്ലൊരു ചോക്കർ ഇട്ട് കഴിഞ്ഞാൽ നിറഞ്ഞ്, നല്ലൊരു കമ്മലും ഇട്ട് കഴിഞ്ഞാൽ നിറഞ്ഞ് മിടുക്കിയായിട്ട് ഒരുങ്ങി നല്ല അടിപൊളിയിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല സൂപ്പർ സാരിയൊക്കെ കൊടുത്ത് അല്ലേ ഒരുങ്ങി വരുമ്പം എന്തിനാണ് കുറേ സ്വർണ്ണങ്ങളെന്ന് ഓർക്കും. സ്വർണ്ണം മാറി നിൽക്കും. നമ്മൾ സ്വർണ്ണം ഇട്ട് അത്ര ഭംഗി കാണത്തില്ല ഒരു പക്ഷേ. എല്ലാത്തിനും മാച്ചായിട്ടൊക്കെ നമുക്ക് ഒരുങ്ങി കിടക്കാമല്ലേ. സ്വർണ്ണഭ്രമമാണ് ഈ കള്ളന്മാരെയൊക്കെ വീട്ടിൽ കയറ്റുന്നത് നമ്മൾ. അതെ, ഞാൻ ഈ ലോക്കറ്റ് കാണിച്ചു തരാം. ലോക്കറ്റ് കണ്ട, ഈ ലോക്കറ്റ് ഇങ്ങനെ നല്ല ചെയിൻ്റെ കൂടെ ഇടുന്നതാണ്, ഇങ്ങനെ കൊളുത്തി ഇടുന്നതാണ്. നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട്, അല്ല നല്ല ഒറ്റ കളർ പട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് ഇതേ കണക്കത്തെ റൂബിയുടെ കല്ലിൻ്റെ നല്ല കമ്മലും ഇട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഇട്ടാൽ സൂപ്പറായിരിക്കും. മനസ്സിലായി കണ്ട വള, ലക്ഷ്മി വള. ഇതിനെ എത്ര നാളായി ഇത് മേടിച്ചിട്ട് ഞാൻ. ഇതൊക്കെ കണ്ടാൽ ഒരുപക്ഷെ കള്ള കയറി വരും വീട്ടിലല്ലേ. പക്ഷെ ഞാനിതിലൂടെ പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഇട്ട് വന്നാൽ വല്ല കുഴപ്പമുണ്ടാക്കിയാൽ നമുക്ക് മാനസമാനത്തെ കിടന്ന് ഉറങ്ങാമല്ലോ. ചോക്കറൊക്കെ കണ്ട, പച്ച സെറ്റ് സാരി അല്ലെങ്കിൽ പച്ച സാരി കൊടുക്കുമ്പോൾ ഇങ്ങനെ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചക്കരകളെ, മഹാലക്ഷ്മികളെ, നമ്മുടെ ജീവൻ അപകടത്തിലാക്കരുത്. കണ്ട, ഇത് അന്ന് ഞാൻ എന്താണ് നമ്മുടെ ബുക്ക് പ്രകാശനത്തിൻ്റെ അന്ന് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചത് ചോക്കർ. നല്ലപോലെ ഒരുങ്ങിയിട്ടൊക്കെ നമ്മൾ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നല്ല രസമുണ്ട് ചക്കരകളെ ഇത് കാണാൻ. കണ്ട സൂപ്പറല്ലേ. ലോക്കറ്റൊക്കെ എന്ത് രസമല്ലേ കാണാൻ. എത്ര നാളായെന്നറിയാം, 2018 കണ്ട ഞാൻ മേടിച്ചത്. ഒരു ഓണത്തിന് ഞാൻ മേടിച്ചത്. എൻ്റെ അടുത്ത് ധാരാളം ചോദിച്ചത് എത്ര പവനാ നാട്ടിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞ് 4 പവനെ കണ്ട് കള്ളം പറഞ്ഞു. ഞാൻ അങ്ങനെ കള്ളം പറയും, മൂട്ട് വിട്ട് കൊടുക്കത്തില്ല ഒരാളെ. ഇതിനൊക്കെയാണ് ഞാൻ കള്ളം പറയുന്നത്. സ്വർണ്ണഭ്രമത്തോട് കുറേ മാറ്റം വന്നു. മുൻപെനിക്ക് സ്വർണ്ണമേ എന്ന് പറഞ്ഞ് മരിച്ച് കിടക്കുമായിരുന്നു. സത്യമായിട്ടും ഒരു പണയമൊക്കെ സ്വർണ്ണം വെച്ചിട്ട് എനിക്ക് കിടന്നാൽ എനിക്ക് ആ വിചാരമേ എൻ്റെ സ്വർണ്ണം പണയാനല്ലോ ഒരു നിരാശ പിടിച്ച് ഇങ്ങനെയൊക്കെയുള്ളൊരു വിഷമമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല കരകള. ഇതിലൊന്നും ഒരു കഥയില്ലെന്ന് മനസ്സിലായി. നല്ല വസ്ത്രം വേണം കേട്ടോ, വസ്ത്രം വേണം, നന്നായി ഒരുങ്ങി നടക്കണം. ഇതൊക്കെയാണ് ആഗ്രഹം. ഇപ്പോൾ എൻ്റെ ഇയർ ബാലൻസ് പോയിരിക്കുകയാണ്. ഞാൻ ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടിരിക്കുക. അതാണ് ഇന്നൊരു എനർജി എനിക്ക് അത്രയ്ക്ക് വലുതായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. എന്നാലും എനിക്ക് കുറുവാ സംഘത്തെക്കുറിച്ചൊക്കെ എനിക്ക് സമയം കിട്ടുന്നില്ല. ഞാൻ ഇന്നൊക്കെ വാർത്തയെ കിടമ്പോൾ ഈ കുറുവാ സംഘങ്ങളൊക്കെ പിടിച്ചൊക്കെ കിടക്കുന്ന കണ്ടാവുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു ഇത് തരികയാണ്. കരുതിയിരിക്കുക. എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ഇതിൽ നമുക്ക് പറ്റാവുന്ന നീളത്തുള്ളൊരു വടിയൊക്കെ ഇപ്പോഴും നല്ല വടികൾ ഒറ്റടിക്ക് ശരിയാക്കാൻ പറ്റിയ വടികളൊക്കെ എടുത്ത് വെച്ചേക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മളവരുടെ തല്ലുകൊണ്ടാതെ പ്രതിരോധിക്കാതെ ഒരിക്കലും നിൽക്കരുത്. തിരിച്ചടിക്കാൻ നമ്മളെപ്പോഴും കരുതിയിരിക്കാവുള്ളൂ. നമ്മുടെ മക്കളെയൊക്കെ വല്ലതും ചെയ്താൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. നന്നായിട്ട് കാറി അടുത്തുള്ളവരുടെ ഫോൺ നമ്പർ എപ്പോഴും നമ്മുടെ കസ്റ്റഡി വേണം. നമ്മൾ പേടിക്കരുത് ഒരിക്കലും. പേടിച്ചൊരു കിളുകില പറിച്ച് അങ്ങനെയൊന്നും പോലും. അവർക്കും 2 കൈ, നമുക്കും 2 കൈ. അവർക്ക് 2 കാല്, നമുക്ക് 2 കാല്. എല്ലാം ദൈവം ഒരുപോലെ തന്നിട്ടുണ്ട്. ഇവിടെയാണ് കാര്യം ഇരിക്കുന്നത്. നമ്മുടെ ചങ്കുറപ്പാണ് നമ്മളെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ രക്ഷിക്കുന്നത്. ഇവിടെ നമുക്കൊരു വിലവും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് കയ്യിൽ ആയുധം ഇരുന്നിട്ടും കാര്യമില്ല. ഇവിടെയാണ് ഉറപ്പ് വേണ്ടത്.
മനസ്സിലായ? അതുകൊണ്ട് നീർക്കോല് കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറഞ്ഞ കണക്ക് നമ്മളുടെ കയ്യിൽ നമ്മളൊരു നീർക്കോലി ആയിരിക്കും, പക്ഷേ നമ്മുടെ കയ്യിൽ വേണ്ട സൂത്രം ഉണ്ടെങ്കിൽ ഏത് കള്ളന് നമുക്ക് തുരത്താൻ പറ്റും. മെയിനായിട്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, പ്രത്യേകം പറയുകയാണ്, സ്വർണ്ണാഭരണങ്ങൾ വീട്ടിൽ സൂക്ഷിക്കരുത്. പിന്നെ അടുത്ത ബന്ധുമിത്രാദികളോ ആൾക്കാരോ സുഹൃത്തുക്കളോട് പോലും പറയരുത് നമ്മുടെ ഇത്ര സ്വർണ്ണമുണ്ട് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് ഒരിക്കലും പറയില്ല. നമ്മൾ ആരാണ് നമ്മളെ ചതിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയില്ല, മാക്സിമം വീട്ടിൽ 1 വർഷം വെക്കരുത് സ്വർണം. ബാങ്ക് ലോക്കറിൽ കൊണ്ടുവെക്കുക, അതില്ലെങ്കിൽ കൊണ്ടുവല്ല നല്ല സ്ഥലത്ത് കൊണ്ടുപോയി പണയനെങ്കിലും വെച്ചിട്ട് ഒരു തുള്ളി ഇപ്പോൾ 10 രൂപ കൊണ്ട് വെച്ചിട്ട് ഇത് ഇവിടെ തൊട്ട് തട്ടൊരു ഉറപ്പിന് 1000 രൂപയെങ്കിലും മേടിച്ചിട്ടാണെങ്കിൽ നമുക്ക് സമാധാനത്തെ ഇരിക്കാമല്ലോ. എന്തിനും ലോക്കർ എടുക്കണം, വർഷത്തിൽ 1 പ്രാവശ്യം കണ്ട പൈസ കൊടുത്താൽ മതി, സൂപ്പറല്ലേ. നമ്മൾ ഒരിക്കലും പോയി എന്താ പറയുന്ന ഒരു സ്ഥലത്തൊരു വീട്ടിൽ പിന്നെ കല്യാണത്തിനായിട്ട് സൂക്ഷിച്ച് വെച്ച സ്വർണ്ണാഭരണങ്ങളാണ്. ബന്ധുവിനെ അറിയത്തുള്ളായിരുന്നു, സൂക്ഷിച്ച് വെക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ആ ബന്ധു എനിക്കിതിനകത്തൊരു പരസ്യമായിട്ട് പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ബന്ധു മിത്രാദിയായിട്ട് ഉറ്റ സുഹൃത്തായിട്ട് നിൽക്കുക. ഇവരൊരു ടൂറിന് എവിടെ പോയ സമയത്ത് ഇവരതിൽ നിന്ന് കുറച്ചടിച്ച് മാറ്റി. എന്നിട്ട് ഇവരുടെ തോളൊക്കെ ആയിട്ട് നടക്കുക. ഇവർ കുറേ ദിവസം കഴിഞ്ഞിട്ടങ്ങോട്ട് നോക്കിയപ്പോൾ സ്വർണ്ണത്തിൽ കുറവ്, വളയെ എന്താണ്ടോ കൂടുതൽ മേടിച്ച് വെച്ചിരുന്നേ, നോക്കിയപ്പോൾ കുറവ്. അപ്പോൾ ഇവർ കൂടെ നാലമുറട്ട് കരയും ബഹളം വെച്ചപ്പോൾ ഇവർ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അവർക്ക് അതിൻ്റെ തെളിവുകളൊക്കെ കിട്ടി, അതൊന്നും പറയുന്നില്ല, തെളിവുകളൊക്കെ കിട്ടി. പക്ഷേങ്കിൽ അവർ പോലീസിലും കോടതിയിലൊന്നും പോയില്ല. പക്ഷെ അവർ ഭയങ്കര കരച്ചിലായിരുന്നു. അവർ സ്വർണം പോയതിലല്ല, വിശ്വസ്തയോട് കൂടെ കൂട്ടിയ ഒരാൾ ഇത് ചെയ്തല്ലോ, അവർക്ക് മാത്രമേ ഇത് അറിയത്തുള്ളായിരുന്നു എന്ന് പറഞ്ഞുള്ള ആ സങ്കടം ഉണ്ടല്ലോ. എനിക്ക് സ്വർണം പോയതിലല്ല സെങ്കുമ്മ, ഞാൻ വിശ്വസിച്ച ഒരാൾ എന്നെ ചതിച്ചു എന്നുള്ളതിൽ നെഞ്ച് പൊട്ടി ഒരു കരയുമായിരുന്നു. ഞാനവരെ കുറേ ഞാനപ്പോൾ പറഞ്ഞു വീഡിയോയിൽ വേണമെങ്കിൽ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞു. വേണ്ട അവരുമായിട്ട് പിണങ്ങാതെ തന്നെ അവർ നിൽക്കുവാണെന്ന് പറയാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നീട് പറയത്തില്ല. പക്ഷേ ആ ആളെ മനസ്സുകൊണ്ട് അവർ വെറുത്തെന്ന് പറഞ്ഞു, മനസ്സിലായ? ആ മനസ്സിൻ്റെ വെറുപ്പില്ലേ അവർ, അതായത് ഒരു പാവ സ്ത്രീ ആയിട്ടല്ലേ അവർ. എന്നിട്ട് പറയാം എനിക്ക് ബാങ്ക് ലോക്കർ അവിടെയും വെക്കാതെ മോൾക്ക് വേണ്ടി കുറച്ച് കൂട്ടി വെച്ചതാണ്, എന്നെ പോലെ ചെയ്ത്. മോളും പറഞ്ഞ് സാരമില്ലമ്മേ എടുത്തെങ്കിൽ പോട്ടെ, അമ്മ വിഷമിക്കേണ്ട, ഉള്ളത് മതിയെന്ന് പറഞ്ഞ്, മനസ്സിലായേ? പിന്നെ ഒരു ബാങ്ക് ലോക്കർ എടുത്ത് അവിടെ കൊണ്ടുവെക്കുകയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഹസ്ബൻഡൊക്കെ മരിച്ചുപോയ സ്ത്രീയാണ്. അപ്പോൾ മറ്റേ ആൾക്കാർ ഭർത്താവിൻ്റെ വീട്ടുകാർ അവരൊക്കെ അറിയാതെ ഉള്ളതൊന്ന് മാറ്റി വെച്ചതാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയത് എന്ന് പറയുക. നമ്മൾ ഉറ്റ സുഹൃത്തുക്കളോട് പോലും പറയില്ല നമ്മുടെ കയ്യിൽ സ്വത്തോ പണമോ സമ്പാദ്യമോ ഉള്ളത്. ജസ്റ്റ് മക്കളോടും പറയരുതെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. നമ്മളെ അത്തിട്ടെടുത്തോട്ടെ. അല്ലെ നമ്മുടെ ജീവിത പങ്കാളിയൊക്കെ അത്ര വിശ്വസ്തനും ഒക്കെ ആയിരിക്കണം. നമ്മളിങ്ങനെ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നതിൽ അസ്വസ്ഥപ്പെടാത്ത ഒരാളായിരിക്കണം. ചിലർക്ക് അസ്വസ്ഥതയാണ്, മനസ്സിലായി? എന്തെങ്കിലും കാര്യത്തിന് ചോദിക്കുക, നശിപ്പിക്കാനുള്ള പരിപാടി വേറെ നോക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞത് കരുതിയിരിക്കുക. പിന്നെ ഈ കുറുവ എന്നൊക്കെ പറയുന്നവരെ നന്നായിട്ട് സൂക്ഷിക്കുക. നമ്മളൊരിക്കലും ഭയപ്പെടുകയൊന്നും വേണ്ട, അതിനെ നേരിടാനുള്ള മാർഗം നോക്കുക. അടുത്തുള്ളവരൊക്കെ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അവരൊക്കെ നിങ്ങളൊക്കെ തമ്മിൽ കൂട്ടുകൂടുമ്പം പറയണതേ ഞാൻ വിളിച്ചാൽ നീ പറയട്ടെ, നീ വിളിച്ചാൽ ഞങ്ങളും വരും, എവിടെയാണിത് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയണം. ക്യാമറയൊക്കെ വെച്ചാൽ ഒരിക്കലും അറിയാത്ത ക്യാമറയെ വെക്കാവുള്ളൂ. നമ്മുടെ ഗേറ്റ് കിടന്നൊരാൾ കയറി വരുമ്പോൾ അതറിയാനുള്ളൊരു ടെക്നിക്ക് നമ്മുടെ ഉള്ളിൽ അവിടെ ഉണ്ടായിരിക്കണം. നല്ല അടിപൊളി പട്ടീനെ വളർത്തണം. അത് പുറത്തൊക്കെ ഓടി കിടക്കുന്ന പട്ടിയായിരിക്കണം. പകൽ പൂട്ടിയിട്ടേക്കണം. രാത്രി കാലങ്ങളിൽ നമ്മൾക്ക് ശരിക്കും നമ്മളെ സേവിക്കുന്ന പട്ടി തന്നെ ആയിരിക്കണം. കള്ളനെ കണ്ടാലും ആരെ കണ്ടാലും കുരക്കാത്ത പട്ടീനൊന്നും വളർത്തിയിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ ചെയ്യണം. നമ്മുടെ സ്വയരക്ഷ നോക്കണം, അല്ലേ? ഇപ്പോൾ ഇവന്മാരെ പിടിച്ചാലും 2 ദിവസം കഴിയുമ്പോൾ ഇവനെയൊക്കെ തുറന്നു വിടുമെന്നേ. അതാണ്, ആരെങ്കിലും വന്ന് അവനെയൊക്കെ ഇറക്കിക്കൊണ്ട് പോകും. നമ്മുടെ നാട്ടിലെ നിയമമൊന്നും അത്ര ശരിയല്ലല്ലോ. ഇനി ഒരിക്കലും അവൻ കക്കാത്ത വിധത്തുള്ളൊരു ശിക്ഷ അവന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ വരത്തില്ല. പക്ഷെ അങ്ങനത്തെ ശിക്ഷയൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല ആർക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കണ്ട് നമ്മൾ സൂക്ഷിച്ചോണം കേട്ടോ ചക്കരകളെ. മെയിനായിട്ട് ഞാൻ പറഞ്ഞേക്കാം, അവനും 2 കൈ നമുക്കും 2 കൈ, അവനും 2 കാല് നമുക്ക് 2 കാല് തന്നിട്ടുണ്ട്. ഈ ചങ്കുറപ്പിലാണ് കാര്യം ഇരിക്കുന്നത്. ചങ്കുറപ്പ് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇതാണ് എനിക്ക് ഇന്ന് തരാനുള്ള ഉപദേശം. കുറുവാ സംഘമല്ല, ഏത് സംഘം വന്നാലും കേട്ടോ ചക്കരകളെ. പിന്നെന്താ പറയാനാ, വൈകുന്നേരം ഒരാൾക്ക് നിങ്ങളൊരു സഹായം ചെയ്തില്ല, ആ ആൾക്കൊന്ന് നന്ദി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ വോയിസ് മെസ്സേജ് ഇതിലൂടെ കേൾപ്പിക്കാം നിങ്ങളെ
കേട്ടോ. ഇന്ന് എനിക്കൊരാളൊരു പാട്ട് അയച്ചു തന്നു ചക്കരെ. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരാന്നറിയാം, സെൽവി സോളമൻ. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരട്ടെ. ഇത് പുള്ളിക്കാരുടെ അനുവാദമൊന്നും ചോദിച്ചില്ല, എങ്കിലും ഞാൻ നിങ്ങൾക്ക് അത് കേൾപ്പിച്ചു തരാം. പുള്ളിക്കാരിയുടെ നല്ല സൂപ്പർ പാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സ്വരം, എനിക്കിഷ്ടപ്പെട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറയണേ. സെൽവി സോളമൻ. കണ്ണടച്ചാലും എന്നെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കണ്ണടച്ചാലും എന്നെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കസ്തൂരിമാനല്ലോ നീ, കസ്തൂരിമാനല്ലോ നീ. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. ഒരെണ്ണം കൂടെ ഉണ്ടേ. കേൾക്കുന്നില്ല. നല്ല പാട്ടല്ലേ ചക്കരകളെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല സ്വരം. ബോബൻ സെൽവി സോളമൻ. അപ്പം ഇത് നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാമെന്ന് ഓർത്തു ഞാൻ. മഞ്ഞിൽ ചേക്കേറും മകരപ്പെൺപക്ഷി മൗനപ്പൂചൂടും ഇന്ദീവരാക്ഷി മധുഗാന മൃദുരാഗം നീ മനസ്വിനി മനോഹരി. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇത്ര സമയം നിങ്ങളെ മെനക്കെടുത്തിയത് ക്ഷമിക്കണേ ചക്കരകളെ. ഓക്കെ.